ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മടവൂർപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിപ്പോൾ പാറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറുന്ന ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം പാറ അടുക്കിയിരിക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ കയറണം. ടൂറിസ്റ്റുകളൊക്കെ തന്നെ ധാരാളമായിട്ട് ഇപ്പോൾ എത്തിച്ചേരുന്നൊരു സ്ഥലമാണ് ഈ മടവൂർപ്പാറ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമുക്കിവിടെ എത്തിച്ചേരാൻ ഏറ്റവും നല്ല സമയം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ആണ് ഏറ്റവും നല്ലൊരു വൈബ്സ് കിട്ടുന്നത്. കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ കയറുന്ന ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ റോപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ പിടിച്ച് നമുക്ക് കയറാവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ കുട്ടികളുമായിട്ട് വരുന്നവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇവിടെയൊക്കെ കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേ കണക്ക് തന്നെ പ്രായമായ ആളുകൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇപ്പം മഴയുള്ളതുകൊണ്ട് ധാരാളമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ധാരാളമായിട്ട് ഇറങ്ങുന്നത് കൊണ്ടാണ് പാറയിൽ കുറേ സ്ഥലങ്ങളിൽ തന്നെ വഴുക്കൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മഴയുള്ള സമയങ്ങളിൽ പരമാവധി ഈ സ്ഥലം ഒഴിവാക്കുക. കാരണം തെറ്റലും ഇതൊക്കെ കൂടുതലാണ്, നമുക്ക് കയറി വരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. നമ്മൾ മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് ഇതേ കണക്കുള്ള സ്റ്റെപ്സുകൾ കാണാം. താഴെ കയറുന്ന ഭാഗത്തെ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് മുകളിലോട്ട് സ്റ്റെപ്പുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഈസിയായി തന്നെ കയറാവുന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നൊരു 360 ഡിഗ്രി വ്യൂ ആണ്. നമുക്ക് ഏകദേശം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളെ പറ്റിയും നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാം. അതുപോലെ തന്നെ നല്ലൊരു വൈബാണ്. മൊത്തത്തിൽ നല്ല കാറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ മടവൂർപ്പാറയുടെ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ കാണുന്ന വ്യൂ നിങ്ങൾ ഈ കാണുന്നത് പോലെയാണ്. വളരെ വളരെ മനോഹരമായ ഒരു ഇതാണ്. അതുപോലെ നമ്മൾ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കുടുംബശ്രീയുടെ ഒരു ക്യാൻറ്റീനും അതേപോലെ തന്നെ കഫറ്റേരിയ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സ്നാക്സും മറ്റു കാര്യങ്ങളും അതേ കണക്ക് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടവർക്ക് അതിനും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇവിടെ ഇല്ല. പോരാതെ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളുടെ ബാമ്പു വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹട്ടും അതേ കണക്ക് തന്നെ ഒരു 100 മീറ്റർ ഒരു ബ്രിഡ്ജും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നൊരു വൈബാണ്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കുട്ടികളുടെ പാർക്ക്. അപ്പോൾ കുട്ടികളുമായിട്ട് വരുന്നവർക്ക് കുട്ടികൾക്കും കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായിട്ടും. രാവിലെ മുതൽ വൈകുന്നേരം 5-5:30 മണി വരെ നമുക്കിവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വരുന്നവർ തീർച്ചയായിട്ടും അതിനുള്ളിൽ തന്നെ വരിക. 5 മണിക്ക് മുന്നേ ആയിട്ട് വരിക. കാരണം 5:30 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ക്ലോസിങ് ടൈമാണ്. അപ്പോൾ വരുന്നവർ ആ സമയം കണക്കാക്കി വരിക. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ തന്നെ ഇതിനുമായിട്ട് അനുബന്ധമായി മടവൂർപ്പാറ ടെമ്പിൾ, റോക്ക് കേവ് ടെമ്പിൾ ഇതുണ്ട്. അവിടെ ടൈം ലിമിറ്റ് ഇതേ കണക്കല്ല. രാവിലെ 5:30 മുതൽ 8 മണി വരെയും പിന്നീട് ഈവനിങ് ടൈമുമാണ്. അപ്പോൾ ടെമ്പിൾ കാണേണ്ടവർക്കാണെങ്കിൽ രാവിലെ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് ആ ടൈം കണക്കാക്കി മാത്രം വരിക.
ഇൻ ബിറ്റ്വീൻ ടൈമിലാണെങ്കിൽ അവിടെ എൻട്രി അനുവദിക്കുന്നതല്ല. ഇവിടെ ടോപ്പിലെ വ്യൂ ഇതാണ്, ഏറ്റവും ടോപ്പിലെ വ്യൂ ഇതാണ്. വളരെ വളരെ ഭംഗിയാണ് ഇവിടെ വന്ന് ഉള്ള ഈ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റുന്നവർ ഇവിടെ നിന്ന് കാണുക. നിങ്ങൾക്ക് വീക്കെൻഡിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് മടവൂർപ്പാറ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേ കണക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.